ഇന്നത്തെ മീട്ടുൻ്റെ അവസ്ഥ ഭയങ്കര മോശമാട്ടോ. എവിടെയും നിൽക്കാത്തൊരവസ്ഥ പറഞ്ഞാൽ എവിടെയും നിൽക്കാത്തൊരവസ്ഥ. മാറ്റി മാറ്റി നമ്മൾ കിട്ടുന്നുണ്ടെങ്കിലും അഴിച്ചു വിടുന്നുണ്ടെങ്കിലും ആളൊട്ടും കംഫർട്ട് ആവുന്നില്ല കേട്ടോ. 2 ആഴ്ച മുന്നേ തുടങ്ങിയത് അവൻ്റെ ഈ ഒരു ബുദ്ധിമുട്ട് കേട്ടോ. അവൻ മാനസികപരമായിട്ട് പറ്റങ്ങോട്ട് ഡൗൺ ആയിട്ടുണ്ട്. നമ്മളും എന്തെങ്കിലും ഒരു മനസ്സിനൊരു വിഷമം തട്ടി കഴിഞ്ഞാൽ അത് റെഡി ആവുന്നവരെ എല്ലാം കൊണ്ടും നമുക്കൊരു വയ്യായി തന്നെ ആയിരിക്കുമല്ലോ. ആ ഒരു അവസ്ഥയിലൂടെ നമ്മുടെ മേട്ട് പോകുന്നത് കേട്ടോ. അവൻ മണ്ണ് കിടക്കുന്നത് പൂർണ്ണമായിട്ടും ചൂടുകൊണ്ടോ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം മാർബിളിൽ കിടക്കുമ്പോഴും ഫാൻ ഇടുമ്പോഴും എ സിയിൽ ഇരിക്കുമ്പോഴും എവിടെ ആൾ കംഫർട്ട് ആവുന്നില്ല. ഒട്ടും വയ്യാത്തൊരവസ്ഥയാണ് കേട്ടോ. ഒരു പക്ഷേ അവന് ഈ ഒരു വലിയൊരു ശബ്ദമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു ഭൂതകാലം ഉണ്ടായിരിക്കാം. പിന്നെ ഞങ്ങൾ വിചാരിച്ചു അവനൊന്ന് ഫ്രീ ആയിട്ട് നിൽക്കട്ടെ. ആദ്യം ജസ്റ്റ് ലോങ് കയറ് കിട്ടിയിട്ടപ്പോൾ അത് അവന് ബുദ്ധിമുട്ടാവുമെന്ന് മനസ്സിലായപ്പോൾ നമ്മളത് അങ്ങോട്ട് ഒഴിവാക്കി കേട്ടോ. ഏതെങ്കിലും രീതിയിലൊക്കെ കുഞ്ഞൂസിൻ്റെ ഒപ്പം മിങ്കിൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആൾ ഒട്ടും ഓക്കെ ആവുന്നില്ല കേട്ടോ. പറഞ്ഞിട്ട് ആൾ കേൾക്കുന്നില്ല. ഭയങ്കരമായിട്ട് വയലൻസ് ആയിരുന്നു കേട്ടോ. എങ്ങനെയൊക്കെയോ അനുനയിപ്പിക്കായിരുന്നു ചെയ്തത്. പിന്നെ ആ മണ്ണിൽ നിന്ന് പോരാണ്ടായപ്പോൾ എന്നാൽ അവൻ കുറച്ച് നേരം അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. അവൻ അവിടെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഞങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ അവൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആൾ മണ്ണിൽ നിൽക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്. ചെറിയൊരു ഇൻഫെക്ഷൻ സൈഡിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ടെൻഷൻ ഉണ്ടാവും മണ്ണ് കളിക്കുമ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകുന്നു. പക്ഷേ ആൾ ഇപ്പം ബഹളം വയ്ക്കാതെ കാമായിട്ടിരിക്കട്ടെ എന്ന് മാത്രമേ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പെട്ടെന്നൊരു ശബ്ദം കേട്ടു. അപ്പോഴേക്കും ഉറപ്പായിരുന്നു അവൻ ഓടി നടക്കുകയായിരിക്കുന്നു. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആളൊന്നും കാണാനില്ല. എവിടെ ആളെ കാണാനില്ല. ഞാൻ കുറേ നോക്കി. ഒരു രീതിയിലും ആൾ കോമ്പൗണ്ടിൻ്റെ പുറത്തേക്ക് പോവേണ്ടതല്ല. പരിസരം മുഴുവൻ നോക്കി. ഞാൻ കുഞ്ഞൂസിനോട് ചോദിക്കുന്നുണ്ട്, കുഞ്ഞൂസെ മേട്ട് എവിടെയെന്ന്. അവനും എന്നെപ്പോലെ തിരയുക. സാധാ പോലെയുള്ള രീതിയിലല്ല. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ടെൻഷനായി പോയിട്ടോ. ടെൻഷൻ മാത്രമല്ല, ആ ഒരു സമയത്ത് അനുഭവിച്ചിട്ടുള്ള ഒരു വേദന എത്രത്തോളാന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അവൻ ഈ മതിൽ ചാടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അവൻ ചാടി കേട്ടോ. അവൻ ഈ മതിൽ ചാടില്ല എന്നുള്ള വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. കാരണം അവൻ്റെ കാലിന് വയ്യാത്തതല്ലേന്ന്. പക്ഷേ ഞങ്ങളെല്ലാവരും ഒക്കെ മറന്നുകൊണ്ട് ആളാ മതിലടിപ്പോയി. ഞങ്ങളെല്ലാവരും ബൈക്കൊക്കെ എടുത്ത് അപ്പുറം ഇപ്പുറമൊക്കെ അന്വേഷിച്ചു. ആളെ കാണാനില്ല കേട്ടോ. പെട്ടെന്ന് ഞാൻ ഫേസ്ബുക്കിലും എൻ്റെ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് ഇട്ടു. ഇപ്പോൾ വീട്ടുവിനെ അറിയുന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ എങ്ങനെയെങ്കിലും അവനെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കേട്ടോ. പ്രതീക്ഷ തെറ്റിയില്ല. തൊട്ടടുത്തുള്ള ഗ്രൗണ്ടിലുണ്ട് എന്ന് പറഞ്ഞ ഫോൺ കോൾ വന്നു. ഒന്നും നോക്കില്ല, നേരെ വണ്ടി എടുത്തപ്പോഴേക്ക് ഇതാ നമ്മൾ ഇറങ്ങുന്ന റോഡിൻ്റെ ഫ്രണ്ടിൽ തന്നെ മേട്ടു. ഇറങ്ങിയതിന് ശേഷം എല്ലായിടത്തും സൗണ്ടാണെന്ന് മനസ്സിലായിട്ടാണെന്ന് അറിയില്ല, ആൾ തിരിച്ചു വരികയായിരുന്നു. വണ്ടി കണ്ടതും ആളൊന്ന് സ്റ്റോപ്പായി. മേട്ടു എന്ന് വിളിച്ചതും ആൾ ഓടിക്കയറി വണ്ടിക്ക് കയറി കേട്ടോ. പിന്നെ കുറച്ചധികം സമയം അവനെ ഞങ്ങൾ ആ വണ്ടിയിൽ തന്നെ അങ്ങനെ കീപ്പ് ചെയ്തു, ഒന്ന് കാമാവട്ടെ എന്ന് കരുതി കേട്ടോ. അവൻ ഇറങ്ങാത്തത് കണ്ടപ്പോൾ തന്നെ അവൾ ഭയങ്കര കുറയായിരുന്നു. അധികം വൈകാതെ തന്നെ അവൾക്ക് കാണിച്ചു കൊടുത്തു കേട്ടോ. സത്യം പറയാലോ, അവൻ പോയിട്ടുള്ള നിമിഷങ്ങളിൽ അനുഭവിച്ച ആ ഒരു ടെൻഷൻ വേറെ ഒന്നുമല്ല. അവനിനി എന്ത് ചെയ്യും എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, അവൻ്റെ നിയോഗം ഞങ്ങളുടെ കൂടെ നിൽക്കാൻ തന്നെയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ അവൻ ഈ പോയ പോക്കിന് ഞങ്ങൾക്ക് അവനെ തിരിച്ചു കിട്ടില്ലായിരുന്നു കേട്ടോ.